ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു തനി നാടൻ സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഊണിൻ്റെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. നമ്മളൊക്കെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കാറുള്ള ഒരു നാടൻ ഊണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് വേവിക്കാനുള്ള അരിയൊന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് തെർമൽ കുക്കറിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. 1 മണിക്കൂർ കഴിയുമ്പോൾ ചോറങ്ങ് റെഡിയായി കിട്ടും. അപ്പോൾ ആ നേരത്തിന് നമുക്ക് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പോഴത്തേക്ക് എനിക്കിന്ന് ഈ ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു മീൻ കറിയും പിന്നെ ഒരു അവിയലും പിന്നെ ഒരു മോര് കറിയുമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം കറി വയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം മീൻ കറി വയ്ക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞതും നല്ല ഒരു പഴുത്ത തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞ് വരും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇവിടെ പുളിക്ക് നല്ല പുളിയുള്ള മാങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അതെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ആ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് മീനിടാത്ത മീൻകറി ആയിട്ട് ഈ കറി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റായത്. മീനുള്ളത് കൊണ്ട് നമുക്ക് മീനിട്ട് തന്നെ വയ്ക്കാം. അല്ലാതെ ഈ കറി മീനിടാതെയും ഇതുപോലെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റായത് കഴിക്കാൻ. ഞാൻ മീനും കൂടെ കിടന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ മീൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റായി മീൻ കറി കഴിക്കാൻ.
തിളച്ച് വന്നതിന് ശേഷം ഇനി മീനെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മീൻകറി അവിടെ ഇരുന്ന് നല്ലതുപോലെ വെന്ത് റെഡിയായി വരട്ടെ. ആ സമയത്ത് നമുക്കിനി അവിയലുണ്ടാക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ജീരകവും ഒരു പച്ചപ്പഴുത്ത മുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇവിടെ ഞാൻ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചേമ്പ്, പിന്നെ ഒരു പടവലങ്ങ, ഒരു പച്ചക്ക, വഴുതണങ്ങ, മത്തങ്ങ, ഇത്രയുവ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്കൊരു പഴുത്ത തക്കാളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാം. ഒന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചില കഷ്ണങ്ങളൊക്കെ അങ്ങ് അടിയിൽ പിടിച്ചിരിക്കും. വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വലിയ വേവുള്ള കഷ്ണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് ആയി കിട്ടും. ഇനിയിപ്പോൾ അവിയലിലേക്കൊന്ന് കാച്ചി ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അതിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് അവിയലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളി അവിയലും റെഡിയായി. ഇനി ഒന്ന് മോരൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനൊരു ഉണക്കമുളകും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതും കൂടെ ചേർത്തൊന്ന് വറുത്തതിന് ശേഷം നമുക്ക് മോര് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ആ ചട്ടിയുടെ തീയങ്ങ് ഓഫാക്കി കൊടുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം.
ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്തോളൂ. അപ്പോൾ ചട്ടിയുടെ ചൂട് മാത്രം മതി. നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല രുചിയുള്ളൊരു മോര് കറിയായത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല അടിപൊളി മോര് കറിയും റെഡിയായി. ഇനി ഞാൻ 2-3 കഷ്ണം മീനിങ്ങനെ നരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ ആവശ്യം വരുമ്പോഴേ പൊരിക്കുന്നുള്ളൂ. ഞാൻ അതിൻ്റെ മീനിൻ്റെ ഒരു തല പൊരിച്ചെടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തല പൊരിച്ച് കഴിക്കാൻ ഇഷ്ടമാണോ? തല പൊരിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ ഒരെണ്ണം പൊരിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ നാടൻ ഊണ് ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.